Hi friends, welcome to my channel. ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. ഇത് ഒരുപാട് മുന്നേ ഈ ഒരു കോസ്റ്റ്യൂം എന്താ പറയുക ഈ ഒരു മെറ്റീരിയൽ കാണുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാന്ന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കാതെ വെച്ചതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഒരു കോഡ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളാണ്, ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഇല്ല. കാരണം ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും വാങ്ങിയിട്ടുണ്ട്. ലൈനിങ് ഒരു 3 മീറ്റർ അങ്ങനെയാണ് വാങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ 2 മീറ്റർ ഞാൻ ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ചുകൂടി നല്ല വീതിയായിട്ട് വേണമെന്നുള്ള ആൾക്കാർ ഒരു 2.5 മീറ്ററിലൊക്കെ മടക്കി വെക്കുക. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഒരു ക്ലോത്ത് ലൈൻസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിനിങ്ങനെ എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ കാണിച്ചു തരാം. 40 ആ ഒരു ലെങ്ത്തിലാണ് ഞാൻ എടുത്തത്. 40 അപ്പോൾ എന്താ പറയുക ആ ഒരു വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 4 ആയിട്ട് മടക്കുക. അപ്പോൾ ഇതിപ്പോൾ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിൽ ലെങ്ത്ത് ബാക്കിയുള്ള കാര്യങ്ങളും ഷോൾഡർ ഇതൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ പറയുന്നത് ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് എന്താ പറയുക വലിയ ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 44 ലെങ്ത്ത് ഇത് വരുന്നുണ്ട്. ഓക്കെ, 44 ലെങ്ത്ത് വരുള്ളൂ. അങ്ങനെയുള്ളൊരു ക്ലോത്താണ്. പിന്നെ ലൈൻസ് ഇതേപോലെയാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇത് പ്ലീറ്റാണ്. പിന്നെ ഇതിനെ പിടിച്ച് വലിച്ചിട്ടൊന്നും നിങ്ങൾ അളവെടുക്കാൻ നിൽക്കണ്ട. അതെങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ വിടുക. ഓക്കെ, അപ്പോൾ 7 ഷോൾഡർ ലെങ്ത് വീതി. എനിക്ക് എന്താ പറയുക 14ൻ്റെ പകുതി. ഷോൾഡറിൻ്റെ എത്രയാണോ വരുന്നത് അതിൻ്റെ 14ൻ്റെ പകുതി. പിന്നെ ആം ഹോള് അതൊക്കെ നമ്മൾ ഇതേപോലെ ആ ഒരു പ്ലീറ്റിനെ എന്താ പറയുക ഒന്നും ചെയ്യണ്ട, അതിനെ പിടിച്ച് വലിക്കൊന്നും ചെയ്യാം. നമ്മുടെ കറക്റ്റ് എക്സാക്റ്റ് അളവ് എങ്ങനെയാണോ വരുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്യാം. കണ്ടില്ല, എൻ്റെ സൈസ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഇതേപോലെയാണ്. കണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു അലൈൻ കുർത്തിയൊക്കെ നമ്മൾ ചെയ്യില്ല അതേപോലെ. പിന്നെ സൈഡിൽ സീം അലവൻസും. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ടു നീ ലെങ്ത്ത്. ഓക്കെ, മുട്ട് വരെ എന്നുള്ള ആ ഒരു രീതിക്കാണ് എടുത്തത്. ഒരു 35 അങ്ങനെയൊക്കെ വരുന്നത് പോലെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ. ഇനി അത് ഞാൻ ജസ്റ്റ് ഇതേപോലെ ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതും എന്ത് ചെയ്യാം, ആ ഒരു പ്ലീറ്റിനെ ഒന്നും ശല്യം ചെയ്യാത്ത പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അത് പിടിച്ച് വലിച്ചിട്ട് ഒന്നും ചെയ്യരുത്. അതെങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്യും. ഞാൻ ആ ഒരു ടൈപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്ക് എത്ര വീതി വേണം, എത്ര ഇറക്കം വേണം എന്നുള്ളതൊക്കെ കൊടുക്കാം. അപ്പം ഒരു 3 ഇഞ്ച് അത്ര എടുത്താൽ മതി. ഒരുപാട് എടുക്കണ്ട, എന്താ പറയുക വൈഡായി പോകണ്ടെന്നുള്ളതുകൊണ്ട് 3 ഇഞ്ച് വീതിയിൽ ഒരു 5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു സ്ക്വയർ. ഓക്കെ, ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക് റൗണ്ട് ആക്കണം, ഫ്രണ്ട് സ്ക്വയർ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതിയേ ഉള്ളൂ. ഇപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൈഡിൽ വന്ന പീസ് കൊണ്ട് താഴത്തെ ഒരു പീസ് വന്നല്ലോ, അപ്പോൾ അതിനെ കൊണ്ട് സ്ലീവ് എടുക്കുകയാണ് ചെയ്ത്. ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ക്ലോത്ത് കുറച്ചുകൂടെ വാങ്ങിക്കേണ്ടി വരും. കാരണം ഇതിലിപ്പോൾ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ചെറിയ സ്ലീവാണ്, ഫുൾ സ്ലീവ് വേണേൽ അങ്ങനെ വയ്ക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഈ ബാക്കി നമ്മൾ കിട്ടിയ ക്ലോത്ത് 4 മീറ്റർ ആണല്ലോ, അതിൽ 2 മീറ്റർ ഇതിനെടുത്തു, 2 മീറ്റർ ഇനി പാൻറ്റിനും എടുക്കുകയാണ്. അപ്പോൾ പാൻറ്റിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 40 ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബെൽറ്റ് നമ്മൾ വേറെ അറ്റാച്ച്ഡാണ്, ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തു 14. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ അളവും ഒക്കെ നല്ല ലൂസായിട്ട്, അത്യാവശ്യം നല്ല ലൂസായിട്ട് 12, 13 ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എവിടെയൊക്കെ കണ്ടില്ലേ 13. പിന്നെ ഏറ്റവും താഴെ വരുമ്പോൾ അതേപോലെ നല്ല വീതിയായിട്ട് എടുക്കുന്നത് ഈ ഒരു സംഭവം. പലാസോ ആണ് പാൻറ്റ്. അത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പലാസോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമൽ പാൻറ്റ് എങ്ങനെയാണോ പലാസോ ചെയ്യുന്നത് അതേ സംഭവം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ലൈനിങ് സെയിം ഇതേപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നാണ്. ക്ലോത്തിൽ 2 ആയിട്ട് ഇതേപോലെ ആദ്യം മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആം ഹോള് സൈഡ് എന്താ പറയുക ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പൊക്കെ കറക്റ്റ് അളവിൽ തന്നെ മാർക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെ ഇത് നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ എത്രയാണോ നമ്മൾ മുട്ട് വരെയുള്ള അളവല്ലേ ആ ഒരു അളവിൽ മാത്രമാണ് ലെങ്ത്ത് എടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൽ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. മുട്ട് വരെ എത്രയാണോ അളവ് വരുന്നത് അതേപോലെയാണ് എടുത്തിട്ടില്ല. കണ്ടില്ലേ,
അതേപോലെയാണ് എടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ നല്ല ഭാഗം ഇതേപോലെ മേലെ വരുന്ന പോലെയാണ് വെച്ചിട്ടുള്ളത്. ഇതാ ജസ്റ്റ് അത് മാത്രം ഒന്ന് നോക്കുക. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നെക്കിൽ എന്ത് ചെയ്യുന്ന ഒരു പീസ് വെച്ച് നമ്മൾ ചെയ്യുമല്ലോ, ആ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത്. കാരണം ഇത് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര വൃത്തിയായിട്ടുണ്ടാവും തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അത് ഏറ്റവും നല്ലത്, നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം ഞാനിത് ജസ്റ്റ് ആ ഒരു ആവേശത്തിൽ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് പോയതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ക്യാൻവാസ് ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്നാണ്. കാരണം ഇത് കണ്ടില്ലേ, കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം ഇതേപോലെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് പിന്നൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിടിച്ച് വലിക്കാതെ കറക്റ്റായിട്ട് ഇതേപോലെ വന്ന് ആ കോണിൽ നിർത്തി ആ പ്ലീറ്റ് എങ്ങനെയാണോ പ്ലീറ്റ് ഇരിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് സ്റ്റിച്ചിങ് തന്നെ കാണിക്കുന്നത്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, പ്ലീറ്റിനെ ഒന്നും എന്താ പറയുക വലിക്കാതെ എങ്ങനെയാണോ അളവ് വരുന്നത് അതേപോലെ അതിൻ്റെ അകത്ത് ഇരിക്കണം. നമ്മൾ ആ ഒരു നെക്ക് സ്ക്വയറാണെങ്കിൽ സ്ക്വയറിൻ്റെ അകത്ത് ആ പ്ലീറ്റ് ഇരിക്കുന്ന പോലെ തന്നെ കണ്ടില്ല, അതേപോലെ സംഭവം കിട്ടണം. അത് നിങ്ങൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടുന്നത് ക്യാൻവാസ് തന്നെയാണ്. ഓക്കെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്ക് ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു പീസ് ഇതേപോലെ ലൈനിങ് പീസ് എടുത്തിട്ട് നമ്മൾ എപ്പോഴും സാധാ നമ്മൾ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് പിന്നെ എന്താ പറയുക വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ വയ്ക്കുക, ചെയ്ത് എന്നിട്ട് കട്ട് ചെയ്യുക, മടക്കി തയ്ക്കുക. നമ്മൾ എപ്പോഴും ചെയ്യുന്ന സംഭവം തന്നെ, ക്ലോത്ത് വെച്ച് ചെയ്യുന്ന ഉണ്ടല്ലോ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഓരോരോ കോണും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ബിഗിനേഴ്സിന് കൂടി മനസ്സിലാവുന്ന രീതിക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഫസ്റ്റ് ടൈം നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് എന്താണ് എല്ലാം സ്കിപ്പ് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് നമ്മൾ 1 ഇഞ്ച് വീതി അത്രേ എടുക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാനുള്ള സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് മതി. അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മുടെ താഴത്തെ പീസ് കട്ട് ചെയ്യുക, എന്താ കട്ട് ആവാതെ ഇതിനെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മടക്കി തയ്ക്കുക. ഓക്കെ, മടക്കി തയ്ച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എടുത്തല്ലോ. അപ്പോൾ ഈ ഭാഗം മാത്രം ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെ വയ്ക്കുക, തയ്ക്കുക. കണ്ടില്ലേ, ഇതേപോലെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഇതിനെ അങ്ങ് അകത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഹെം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെം ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ട് ഞാനത് അങ്ങനെ വയ്ക്കുക ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ആ ഒരു കണ്ടില്ലേ സെയിം ഒരേപോലെ വെച്ച് പിന്നെ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഹെമ്മിങ് ഒക്കെ ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി സ്ലീവ് ജോയിൻ ചെയ്യുക. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴും പിടിച്ച് വലിക്കാതെയൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു മാതിരി പൊന്തി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണോ അതിൻ്റെ ഫ്രില്ല് വരുന്നത് അതേപോലെ അങ്ങ് വിടുക ചെയ്തത്. അതും പിന്നെ ടൈറ്റാക്കി കൊടുക്കേണ്ടി വരും. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ടൈറ്റാക്കി കൊടുക്കേണ്ടി വരും കുറച്ച്. ഈ ഒരു ആം ഹോളിൻ്റെ അവിടെയൊക്കെയുള്ള ഈ ഇതുണ്ടല്ലോ ഇറക്കം ഫ്രണ്ടിൽ, ആ ഒരു ഇറക്കമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേന്ന് ഷേപ്പ് ഇച്ചിരി കൂടെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ സൈഡിൽ ഇവിടെ വരയ്ക്കും മാത്രം. ഒരു സൈഡ് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം വരയ്ക്കും ഒന്നിച്ച് ഷേപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് ഇവിടെ വരെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇതേപോലെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും ഈ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുക. ഒക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ അകത്തോട്ടേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും ആ ഒരു ലൈൻ ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ പ്ലീറ്റും വെറുതെ എന്താ പറയുക വൃത്തിയിടാവും. ജസ്റ്റ് ഒരു ഹെം ചെയ്ത് കൊടുത്താൽ മതി എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ താഴത്തുണ്ടല്ലോ ലോക്ക് ചെയ്തിട്ടാണ് കൊടുത്തത്. ലോക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ആ ഒരു എന്താ പറയുക, ഇത് ഞാൻ ജെനോമി മെഷീനിലാണ് ചെയ്തെടുത്തത്. ലോക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് അതിൻ്റെ ഈ താഴത്തുള്ള ഫ്രില്ലൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് ഒരു ഷിഫോൺ ജോർജറ്റ് ടൈപ്പ് ഫാബ്രിക്കും ആണല്ലോ.
ഇനി അത് കഴിഞ്ഞിട്ട് പാൻറ്റാണ് ചെയ്യുന്നത്. പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് മാത്രം ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫ്രില്ലാണല്ലോ, അപ്പോൾ നീങ്ങി പോവും. അപ്പോൾ നമ്മൾ പിടിച്ച് വലിച്ചിട്ടൊന്നും ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ആ ഒരു എത്രയാണോ നമ്മുടെ അളവ് ലൈനിങ്ങിൽ കറക്റ്റ് ആണല്ലോ, ലൈനിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ അതിലിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോത്തിൽ എത്ര എക്സ്ട്രാ ആയിട്ട് ഇരിക്കുന്നതാണെങ്കിലും അത് അതിൻ്റെ അകത്ത് വരുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കുക. മനസ്സിലായോ? സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു മെയിൻ ക്ലോത്ത് കണ്ടോ ഭയങ്കരമായിട്ട് ലൂസായിട്ടിരിക്കുന്നത്, പക്ഷേ അത് ലൂസല്ല, ഫ്രില്ല് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ആ ഫ്രില്ലിനെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അതേപോലെ ആ ഒരു അളവിൽ നമ്മുടെ ആ ഒരു ലൈനിങ് എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രില്ല് എന്താ പറയുക എല്ലാം കൂടി ഒരു ഭാഗത്തേക്കും ആവില്ല, എല്ലാം ഈക്വലായിട്ട് കിട്ടുകയും ചെയ്യും. കാണുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വരയ്ക്കും വേണ്ട, ആ ക്രൗച്ച് ഏരിയ അവിടെ ഉണ്ടല്ലോ ആ ഒരു ഏരിയ വരയ്ക്കും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പ്രാവശ്യവും നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മൾ ഫുൾ പാൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അതേപോലെ ഇതിൽ ചെയ്യണ്ട. ആ ഒരു ക്രൗച്ച് ഏരിയ വരയ്ക്കും എന്ത് ചെയ്യുക, ഇതേപോലെ വന്നിട്ട് ഈ ഒരു ഭാഗം വരയ്ക്കും മാത്രം ഒന്നിച്ച് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് പിന്നെ ചെയ്യേണ്ടത്. അത് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുവരയ്ക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുവരയ്ക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പിന്നൊക്കെ റിമൂവ് ചെയ്യാം. പിന്നെ ഇനി ഇതേപോലെ മടക്കിയിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടുന്നാണ് പിന്നെ ഇനി അടുത്ത ഷേപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ഈ ഒരു ഭാഗം വരയ്ക്കും മാത്രം. കണ്ടില്ലേ, അവിടെ വരയ്ക്കും മാത്രം ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് സെപ്പറേറ്റ്. ഓക്കെ, അത് ആ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഈ ഒരു ഏരിയ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ താഴെ വരയ്ക്കും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈനിങ്, അതിൻ്റെ മേലെ ഇരിക്കുന്ന ലൈനിങ് ഉണ്ടല്ലോ, ഈ ഒരു ലൈനിങ് അതും ഇതേപോലെ വെച്ചിട്ട് എവിടെയാണോ നിർത്തിയത് അവിടുന്ന് താഴത്തേക്ക് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, ക്രൗച്ച് ഏരിയൻ്റെ അവിടെ നിന്ന് താഴത്ത് ഒന്നിച്ചിട്ട് ഒരു 10 ഇഞ്ചെങ്കിലും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലൈനിങ്ങും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 ഭാഗത്തും ചെയ്യണം. 2 പീസും ചെയ്തിട്ട് അതിൻ്റെ നല്ല വശവും എടുക്കുക, ഇതേപോലെ വെക്കുക. എന്നിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. ഈ ക്രൗച്ച് ഏരിയ കംപ്ലീറ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക 2 വശത്തേക്കും. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് നമുക്ക് ബെൽറ്റ് ഫിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് 3 ഇഞ്ചാണ്, 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് വരയ്ക്കും ബെൽറ്റിൻ്റെ ഈ ഒരു വീതി എടുക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇത് 1 ഇഞ്ച് വരുന്ന എലാസ്റ്റിക്കാണ്. ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ആ ഒരു അളവിലാണ് നമ്മുടെ ബെൽറ്റിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഓക്കെ, ഇത് 1 ഇഞ്ചാണ്. അപ്പോൾ മടക്കി വരുമ്പോഴത്തേക്കും തയ്യൽ തുമ്പൊക്കെ ആയിട്ടാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതേപോലെ വെച്ചാലും ഇവിടെ സ്റ്റിച്ച് ചെയ്താലും നമുക്ക് ആ ഒരു എലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് പോകണം. അതിനാണ് ഒരു 3.5 ഇഞ്ച് എടുത്താൽ നിങ്ങൾക്ക് ലാവിഷായിട്ട് സ്റ്റിച്ച് ചെയ്യാം. 3 ഇഞ്ചൊക്കെ ആകുമ്പോഴത്തേന് കൊഞ്ചം സ്ട്രൈച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു 3.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. ഇന്ത്യയിൽ ക്ലോത്ത് അത്ര ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ നല്ല വശത്തല്ലാണ്ട് ഈ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെയാണ് ക്ലോത്ത് എന്താ പറയുക കൊടുത്തിട്ടുള്ളത്. ഈ റൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ റൗണ്ട് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ആ ഒരു എന്താ പറയുക പാൻറ്റിൻ്റെ റൗണ്ടിന് കറക്റ്റായിട്ടാണ് എടുത്തത്. അതേപോലെ നോക്കിയിട്ട് എടുത്താണ്, എത്രയാണോ അത് വരുന്നത് അതിനനുസരിച്ച് എടുത്തു. എന്നിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു അറ്റം വരയ്ക്കും ഫുള്ളായിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വയ്ക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടുക. അപ്പോൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി പിന്നെ അതിനെ ഇതേപോലെ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത പോലെ ആക്കിയിട്ട് ഇതേപോലെ ബെൽറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ടല്ലോ അതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് മടക്കണം നമ്മൾ. അതാ പറഞ്ഞാൽ 3 ഇഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മടക്കി വെക്കണം. ഇച്ചിരി ഗ്യാപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരയുടെ അവിടെ നമ്മുടെ ബെൽറ്റ് വരേണ്ട അവിടെ എത്ര എലാസ്റ്റിക് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇങ്ങനെ അരയിൽ വെച്ച് നോക്കിയാൽ മതി. കുറച്ച് ടൈറ്റായിട്ട് പിടിക്കുക. ഓക്കെ, ലൂസായിട്ടല്ല, ഇച്ചിരി ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ അരയുടെ അവിടുത്തെ എലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. എടുത്ത് ഇതേപോലെ പിൻ ചെയ്തിട്ട് അകത്തൂടെ കടത്തി എന്നിട്ടാണ് നമ്മളത് ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തത്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാൻറ്റ് നമുക്ക് നോർമൽ ടീഷർട്ടിൻ്റെ കൂടി ഇടാം. അത്രയും നല്ല വൃത്തിയായിട്ടാണ് പാൻറ്റ് കിട്ടിയത്. കാരണം നല്ല ഹെവി ആയിട്ട് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക്
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു ഫാബ്രിക് ഞാൻ വാങ്ങിച്ചിട്ടത് തലശ്ശേരി പരാഗ് എന്നാണ്. കുറേ കാലം കൊണ്ട് ഈ ഒരു ഫാബ്രിക് പല കളേഴ്സിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെപ്പോഴും ഞാൻ പോയാൽ പറയും ഇതിലെന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളി മെറ്റീരിയലാണ്. പക്ഷേ കാണാനൊക്കെ ഭംഗിയായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് പോയിട്ടാണ് 4 മീറ്റർ ക്ലോത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചെയ്ത് വളരെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്തെടുത്തതേ ഉള്ളൂ. കാരണം ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്കറിയാം, വലുതായിട്ട് നമുക്ക് അങ്ങനെ ഗൗണോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോലെ എന്തെങ്കിലും ചെയ്യാനേ പറ്റൂ. അപ്പോൾ ഇനിയും നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഈദ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഈദ് സ്പെഷ്യൽ വേറെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.